സ്റ്റുഡൻസ് കൺസെഷൻ കാർഡ് ഇങ്ങനെയാണ്. പഴയ പേപ്പറും വരയ്ക്കലും ഇതുപോലൊരു ചിപ്പുള്ളൊരു കാർഡാണിത്. ഈ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും, സ്റ്റുഡൻസിനാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കുട്ടികൾക്ക് KSRTC സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട്, അല്ല നേരത്തെ കൺസെഷൻ കാർഡിന് വേണ്ടി 109 രൂപ ഒറ്റത്തവണ വാങ്ങിക്കും. ഇനി അങ്ങനെയില്ല, ഈ കാർഡ് കൊടുക്കാൻ പോകുന്നത് +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 2 വർഷത്തേക്കായിരിക്കും. 2ാം വർഷം കഴിയുമ്പോൾ കണ്ടക്ടർ അടുത്ത് കൊടുത്തൊന്ന് ചാർജ് ചെയ്യാന്നുള്ളത്, വാലിഡേറ്റ് ചെയ്യാം. ഒരു മാസം 25 ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം അവർക്ക് കൊടുത്തിരിക്കുന്ന റൂട്ടിൽ. ഇതെല്ലാം അതിനകത്ത് പ്രോഗ്രാം ചെയ്യും. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ആ കുട്ടിക്ക് വേറെ ബസ് കയറിയാണ് സ്കൂളിൽ പോകേണ്ടതെങ്കിൽ ആ 2 ബസ്സിൻ്റെയും സാധനം ഇതിൽ ചാർജ് ചെയ്യും. ഈ കാർഡ് ഇപ്പോൾ ഒരു 10-20 ദിവസത്തിനുള്ളിൽ കാർഡ് വരും. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ കാർഡായിരിക്കും കൊടുക്കുന്നത്. പേപ്പർ കാർഡ് മാറ്റിയിട്ട് ഇത് കൊടുക്കും. ഇത് സൂക്ഷിച്ചാൽ മതി. ഇത് കളഞ്ഞു പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും. ഇതായിരിക്കും പുതിയ കാർഡ് കുട്ടികൾക്ക് വേണ്ടി വരുന്നതാണ്. ടിക്കറ്റ് സൗജന്യമാണല്ലോ. ടിക്കറ്റ് ഓൾറെഡി സൗജന്യമാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് ഈ കൺസെഷൻ കാർഡ് എടുക്കാൻ വേണ്ടി ഒരു 109 രൂപ കൊടുക്കണം ഒരു വർഷം. അത് മാത്രമേ വാങ്ങാറുള്ളൂ. വേറെ അവർക്ക് യാത്ര ഈ 25 ദിവസം, മാസത്തിൽ 25 ദിവസം അവർ പോകുന്ന റൂട്ടിൽ, അതായത് ഇപ്പോൾ വർക്കിംഗ് ഡേ ആക്കിയിട്ടുണ്ട്. ശനിയാഴ്ച കൂടി സർക്കാർ വർക്കിംഗ് ഡേ ആക്കിയിട്ടുണ്ട് സ്കൂളുകൾക്ക്. അപ്പോൾ അതുകൂടി കണക്കാക്കിയിട്ടാണ് 25 ദിവസം, സെക്കൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ ഒഴിവാക്കിയിട്ടുള്ള 25 ദിവസമാണ് നമ്മളിതിൽ പ്രോഗ്രാം ചെയ്യുന്നത്. നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ എളുപ്പം അതാണ്. വേറെ ഒന്നുമില്ല, ഈ സാധനം പൈസ ഒന്നും കൊടുക്കണ്ട, കണ്ടക്ടറുടെ കയ്യിലോട്ട് കൊടുക്കുക. ഈ കുട്ടികളുടെ കാർഡ് കണ്ടക്ടറെ കൊടുക്കുക, കണ്ടക്ടർ മെഷീനിലൊന്ന് പഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കുട്ടികൾ യാത്ര ചെയ്യുന്നു നമുക്ക് കണക്ക് കാണാം എന്നുള്ളതല്ലാതെ അതിന് പൈസയൊന്നുമില്ല. പക്ഷേ 109 രൂപയാണ് കാർഡിന് തരേണ്ടത്. കാരണം അത് നേരത്തെ തന്നെ പേപ്പർ കാർഡ് വരച്ചു കൊടുക്കില്ല, അതിന് 150 രൂപ. പക്ഷേ ഒരു കാർഡ് എഴുതി കൊടുക്കാൻ, ഒരു 50 കാർഡ് എഴുതി കൊടുക്കണമെങ്കിൽ 3-4 പേരുടെ ജോലിയുണ്ട്. ഇത് വരുമ്പോൾ അതങ്ങ് ഒഴിവാകും. അവർക്കെല്ലാം ബസ് ഓടിക്കാൻ പോവാം. ഈ ബസ് ഓടിക്കാൻ പോവാതെ ഈ കാർഡ് കൊടുക്കാൻ ഇപ്പോൾ പ്രധാന പ്രശ്നം എന്താ പറയുക, നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ബസ് സ്റ്റേഷനിലും കൺസെഷൻ കാർഡ് കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക. എന്താണെന്നറിയാമോ, കണ്ടക്ടർമാർ പലരും ലൈനിൽ പോയി. അപ്പോൾ അവരെ തിരിച്ച് വിളിച്ച് ഇവിടെ ഇരുന്നിട്ട് ഈ എഴുതിക്കോളാൻ പറയണം. അത് പറയുന്നില്ല. ഒരു 20 ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക, എല്ലാവർക്കും ഇതുപോലത്തെ കാർഡ് തരും. കാർഡ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ഡിസൈൻ മാത്രം ഒന്ന് ഫൈനലൈസ് ചെയ്യണം. അത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അത് അടി തുടങ്ങും. അടിച്ചാൽ ഒരു 6-7 ദിവസത്തിന് സാധനം കൈ കിട്ടും. ഒരു 10-20 ദിവസത്തിനുള്ളിൽ കുട്ടികൾക്കെല്ലാം ഈ കാർഡ് വെക്കണം. അതുപോലെ അംഗപരിമിതർക്കും അവർക്കും ഇതേപോലെ കാർഡാക്കും. ഇത് ബസ് സ്റ്റാൻഡിൽ തന്നെ കൊടുക്കും. ബസ് സ്റ്റാൻഡിൽ തന്നെ ഈ കാർഡ്, അതായത് മറ്റേ കാർഡ് എഴുതി കൊടുക്കുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നാണല്ലോ. ഇപ്പോൾ ആപ്പ് വഴിയാണ് കയറുന്നത്. ഈ ആപ്പ് വഴി കയറി കൺസെഷൻ, കഴിഞ്ഞ വർഷം ആപ്പ് വഴിയായിരുന്നു. അപ്പോൾ കൺസെഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കണക്കറിയാം, എത്ര കൺസെഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് ഓരോ നിമിഷം അറിയാൻ പറ്റും. അപ്പോൾ കൺസെഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൈസ അടയ്ക്കാം. ഈ 109 രൂപ അടയ്ക്കണം ഗൂഗിൾ പേ വഴി വാർഷികമായിട്ടാണ്.